മാന്നാറിലെ യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ പരിശോധനകൾക്കായി ലാബിൽ അയച്ചിരിക്കുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെ വീണ്ടും ഇന്ന് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കല എന്ന പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. പെൺകുട്ടിയുമായി അവസാനം ഒളിച്ചോടിപ്പോയെന്ന് സംശയിക്കുന്ന ചെങ്ങന്നൂർ സ്വദേശിയായ ഡ്രൈവറെ കഴിഞ്ഞയാഴ്ച അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇയാളെ നാട്ടിൽ അടിയന്തരമായി എത്തിച്ചാണ് ചോദ്യം ചെയ്തത്. എന്നാൽ പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് അനിൽകുമാറിലേക്ക് അന്വേഷണം തിരിഞ്ഞത്. വിദേശത്തുള്ള അനിൽകുമാർ രക്തസമ്മർദ്ദം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിവരുന്നത്. കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും അതിൽ നിന്നും അവശിഷ്ടങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ അനിൽകുമാർ തന്നെ അത് ഇവിടെ നിന്നും നീക്കം ചെയ്തോ എന്നും പോലീസ് സംശയിക്കുന്നു. കോടതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത 3 പ്രതികളെ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നു. മൃതദേഹം എവിടെ ഒളിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് സംശയിക്കുന്നത്. മൃതദേഹം പൂർണ്ണമായും കണ്ടെത്തിയാൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ പരിശോധനയ്ക്കായി ലാബിൽ അയച്ചിരിക്കുകയാണ്. ഇതിൻ്റെ റിപ്പോർട്ടും നിർണായകമാണ്. കസ്റ്റഡിയിലെടുത്ത 3 പ്രതികളെ വീണ്ടും ഇന്ന് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കൈരളി ന്യൂസ്, ആലപ്പുഴ.